യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ മോളെ ഞങ്ങള് ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? എന്താ മോളുടെ പേര്? പേരെന്താ മോളെ? എവിടെയാ വീട്? ഏതാ സ്ഥലം? ചേച്ചിയുടെ പേരെന്താ? ഏത് നാട്ടിന്നാ വരുന്നത്? എങ്ങനെ ഇവിടെ എത്തിയത്? കേക്കുന്നുണ്ടോ? ശരീരത്തിന് വിലവില്ലാഞ്ഞിട്ടാ. ഞാനൊരു പൊടി തരാം. അത് ചെറുതേലി ചാലിച്ച് ഇടയ്ക്കിടയ്ക്ക് നാവില് പുരട്ടി കൊടുക്കണം. ശരീരത്തിന് ബലം വന്നോളും. പിന്നെ മോള് ധാര നിർത്തരുത്. ഒന്ന് എഴുന്നേറ്റിരിക്കാനായാൽ നമുക്ക് ആശുപത്രിയിലേക്ക് എടുപ്പിക്കാം. ശരിയപ്പാ. അപ്പാ, ഇനി ഈ ചേച്ചി ഊമയാണോ? സംസാരിക്കാൻ നോക്കിയിട്ട് ഒരു വാക്കുപോലും വന്നില്ല. അഥവാ അങ്ങനെയാണെങ്കി ആരാണെന്ന് വെച്ചാ നമ്മള് ഇത് ലാബിൽ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഓക്കെ. മേ കം ഇൻ ഡോക്ടർ? യെസ് കമ്മിങ്. ഡോക്ടർ, ഞാൻ SP കിരൺ, ട്രിവാൻഡ്രത്തുനിന്ന് വരിക. ഇരിക്കൂ. ഇത് ഇൻസ്പെക്ടർ സുഗുണൻ. ഇവിടെ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഈ കുട്ടിയാ. ഓ, ഇവരോ? അതെ, ഈ കുട്ടിയുടെ അച്ഛനാണിത്. ഓ, അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേടിച്ചു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടുകാർ ചിലർ ചേർന്നാണ് ഇവിടെ എത്തിച്ചത്. ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല. ആറ്റിൽ നിന്ന് കിട്ടിയതെന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി. ട്രീറ്റ്മെന്റിൽ വോക്കൽ കോഡിന് ചെറിയ പ്രശ്നമുള്ളതായി കണ്ടു. വേറെ ഇന്റേണൽ മുറിവൊന്നുമില്ല. വോക്കൽ കോഡിന് മുറിവുണ്ടെന്ന് പറയുമ്പോൾ സംസാരിക്കാൻ എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ശബ്ദത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അത് മാറിക്കൊള്ളും. പക്ഷേ എന്താ ഡോക്ടർ? പോലീസ് പറഞ്ഞിട്ടാണ് ആക്സിഡന്റിനെ കുറിച്ച് അറിഞ്ഞത്. ചിലപ്പോൾ അതിന്റെ ഷോക്കിൻ്റെതാവാം. ചില സമയത്ത് പെരുമാറ്റത്തിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. അത് പതിയെ മാറും, അല്ലാതെ വേറൊന്നുമില്ല. ഡോക്ടറെ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? ഷീസ് ഓക്കെ നൗ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വരൂ. എന്റെ അമ്മേ, തേണ്ട വരുന്നു ഇൻസ്പെക്ടർ. കൂടെയുള്ള ആളായിരിക്കണം കമ്മീഷണർ പറഞ്ഞ SP കിരൺ. അതിന്റെ കൂടെയുള്ള ആ പിശാച് പൂജയുടെ അച്ഛനല്ലേ? ഓ, ഇങ്ങനൊരു മോന്താണെന്ന് കാണിച്ചു തന്നിരുന്ന അന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കുടുങ്ങും. മോളെ 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 അച്ഛനെ കണ്ടപ്പോ മോളുടെ മുഖം തെളിഞ്ഞല്ലോ. അപ്പൊ അത് തന്നെ. മാറ്. മോളെ, ഞാൻ
കൈയും മേലും ഒക്കെ ഭയങ്കര വേദന. അയ്യോ സോറി മോളെ. സാരമില്ല, ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെ കാണുന്നതല്ലേ. ഇത്തിരി വേദനിച്ചാലും കുഴപ്പമൊന്നുമില്ല. പൂജയ്ക്ക് സംസാരിക്കാലോ അല്ലേ? എനിക്ക് ആക്സിഡന്റിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിപ്പോ തന്നെ വേണോ? 1-2 ദിവസം കൂടി കഴിഞ്ഞ് അർജുനും കൂടി നോർമൽ ആവുമ്പോ പോരെ? അതെ സാറേ, ഇപ്പോഴത് എന്റെ മക്കളും മറക്കാൻ ശ്രമിക്കുന്ന നേരമാണ്. ആദ്യം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തട്ടെ, എന്നിട്ടാവും. മോളെ, അവിടെ നിന്നെ കാണാതെ ഭക്ഷണം പോലും കഴിക്കില്ല എന്നുള്ള വാശിയിലാവൻ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ മോളെ? എന്നാ പിന്നെ ഇനി സമയം കളയണ്ട. പൂജ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ഞാൻ ഡിസ്ചാർജ് ചെയ്യേണ്ട പേപ്പേഴ്സ് റെഡിയാക്കി വെക്കാം. ഓക്കെ, ശരി. ആ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? പോകാം മോളെ. വാ. വാ മോളെ. പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് പുറത്തു പോയി നോക്കിട്ട് വരാം. ഇങ്ങനെ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല അർണമ ചേച്ചി. അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അതെ, പക്ഷേ അവളെ കാണാതെ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ടാ. പാവം, ഇവളെക്കാൾ സമാധാനക്കാട് പൂജയ്ക്കായിരിക്കും. അതെ, പൂജയുടെ സ്വഭാവം നമുക്കറിഞ്ഞൂടെ. ഇത്രയും നാൾ ആരെയും കാണാതെ എങ്ങനെ ജീവിച്ചോ? ചേച്ചി വാ, വന്നിരുന്നേ, വാ. അവര് വരും, വാ. വാ. ദേ പൂജ എത്തി. അയ്യോ, പൂജ മോളെ. വാ മോളെ. മോളെ, പൂജ മോളെ. മോളെ, എന്തോന്നിത്? നാടകമോ? മാറി നിൽക്ക പെണ്ണുങ്ങളെ. വേണ്ട, മിണ്ടണ്ട. നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അമ്മയോട് എന്നെ മോളിത് ചെയ്തോ? അയ്യോ, ശ്വാസം മുട്ടുന്നില്ല. അതിനെന്താ, ഞാൻ വന്നില്ലേ?
അയ്യോ, മോളെ ശബ്ദത്തിന് എന്താ പറ്റിയേ? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം.